നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എങ്കിൽ ഒരു വില്ലത്തിയായ എന്നെ ഹീറോയിനാക്കിയത് പ്രണവ. എന്റെ ജീവിതത്തിൽ ഒരു ട്രോമ വന്നപ്പോ പ്രണവ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. എനിക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം പ്രണവിന്റെ സ്നേഹം മാത്രമാണ്. എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് പ്രണവ് എന്റെ സഹോദരിയായ നിധിയെ സപ്പോർട്ട് ചെയ്തതെന്ന് എനിക്കറിയാം. എടോ, ഞാൻ ചെയ്തത് ഏട്ടനോടും ചേച്ചിയോടുള്ള എന്റെ കടമയാണ്. അപ്പോ എന്നോട് സ്നേഹമില്ലേ? പറ പ്രണവ്, എന്നോടൊരു കരുതലില്ലേ? ശിവാനി, എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിധി തിരിച്ചെത്തി ഗൗതവുമായി ചേർന്ന ഈ വീട്ടിൽ എന്റെ കർമ്മം പൂർത്തിയാവും. അത് കഴിഞ്ഞ് സന്തോഷത്തോടെ ഇവിടുന്ന് പോവാൻ പോലും ഞാൻ തയ്യാറാണ്. അതിനെക്കുറിച്ചൊന്നും താനിപ്പോ ആലോചിക്കണ്ട. ശിവാനി എന്നും ഇവിടെ തന്നെ ഉണ്ടാകണമെന്നാണ് എന്റെ ആഗ്രഹം. ഈശ്വരമംഗലം എന്ന ഈ സ്നേഹ കൊട്ടാരത്തിൽ എന്നും നിൽക്കാൻ എനിക്ക് കൊതിയുണ്ട്. പക്ഷേ അതിന് എനിക്ക് എന്താ അർഹതയുള്ളത്? ഞാൻ ഈ കുടുംബത്തിൽ അന്യയല്ലേ? ആർക്കും എന്നെ ഇഷ്ടമല്ല. വസന്തരാന്റിയുടെ കാരുണ്യത്തിൽ കഴിയുന്ന വെറും അനാഥയല്ലേ ഞാൻ? ശിവാനി, അങ്ങനെയൊന്നും അല്ല. പറ പ്രണവ്, ആരാ ഞാൻ ഈ കുടുംബത്തിൽ? അതൊക്കെ പിന്നെ തീരുമാനിക്കാം. നല്ല ഇടി കിട്ടിയിട്ടുണ്ട്. റിപ്പയർ ഇല്ലാത്ത ഒരു ജോയിന്റ് പോലും നിന്റെ ദേഹത്തില്ല. എന്നിട്ട് നീ നിധിയെ കുറ്റപ്പെടുത്താത്തതിൽ എനിക്ക് അതിശയം തോന്നുന്നു. ഞാനെന്തിനാ അവളെ കുറ്റപ്പെടുത്തുന്നേ? ഗൗതമിനേക്കാൾ കൂടുതൽ അവളെ സ്നേഹിക്കുന്നത് ഞാനാണെന്ന് തിരിച്ചറിയാത്തതിന്റെ സങ്കടം മാത്രമേ എനിക്കുള്ളൂ. എന്ത് പൊട്ടത്തരം പറയുന്നത്? അവളെ മയക്കെടുത്ത ഗൗതമിനോടാ എന്റെ ദേഷ്യം മുഴുവൻ. എടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇനിയെങ്കിലും അവളുടെ പാട്ടിന് വിട്ടേക്ക്. നിന്നെ ഇങ്ങോട്ട് ഞാൻ വരുത്തിയത് ഉപദേശിക്കാനല്ല, എന്റെ കൂടെ നിൽക്കോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിട്ടാ. ശരീരം കേടാവുന്ന ഒരു പണിക്കും എന്നെ പ്രതീക്ഷിക്കണ്ട. എങ്കിൽ പോടാ, എനിക്ക് നിന്നെ കാണണ്ട. മിഥുനെ, എടാ, നിന്നോട് പോവാനാ ഞാൻ പറഞ്ഞത്. പോടാ. ഗൗതമനെ ഞാൻ കൊല്ലും. നിധിയെ ഞാൻ എന്റേത് മാത്രമാക്കും. തീർച്ച. പോടാ. പറ മേഡം. നിധിയൊന്ന് ചിരിച്ചു കാണിച്ചപ്പോഴേക്കും നീ അങ്ങ് മയങ്ങി. നടന്നത് മുഴുവൻ വിളിച്ചു പറഞ്ഞു അല്ലേ? നിന്റെ വെളിപ്പെടുത്തൽ ഗൗതം ഇവിടെ പ്രദർശിപ്പിച്ചിരുന്നു. എന്റെയും ശിവാനിയുടെയും പേര് പറയാതിരുന്നതിൽ നന്ദിയുണ്ട്. അത്രയെങ്കിലും പ്രയോജനം നിന്നെ കൊണ്ടുണ്ടായല്ലോ. മാഡം, കളിയാക്കണ്ട. ഇതുകൊണ്ടൊന്നും ഞാൻ തോറ്റുവെന്നും കരുതണ്ട. ആയുധങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ഓ, ഇനിയുള്ള ആയുധങ്ങള് പ്രഷർ കുക്കറിൽ വെച്ച് പുഴുങ്ങി നീ അങ്ങ് തിന്നാ മതി. നാളെ രാവിലെ 10 മണിക്ക് ഗൗതം നിധിയുടെ വീട്ടിലെത്തും. എന്തിനാണെന്നറിയോ? അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ. അഗ്നിശുദ്ധി തെളിയിച്ച് നിധി ഇവിടെ എത്തിയാൽ പിന്നെ ഒരു കാലത്തും ഗൗതമിനെയും നിധിയെയും പിരിക്കാനാവില്ല. ഒരിക്കലും അവൾ അവിടെ എത്തില്ല. എത്താൻ ഞാൻ അനുവദിക്കില്ല. വെറുതെ വാചകം അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇനി നിധി നിന്റേതാവണമെങ്കിൽ നീ നിന്റെ ഡിവൈൻ ലവ് പോളിസി അങ്ങ് ഉപേക്ഷിക്കണം. വെടക്കാക്കി തനിക്കാക്കുക. അതേ ഉള്ളൂ ഒരു വഴി. മനസ്സിലായോ? നാളെ രാവിലെ 10 മണി വരെ നിനക്ക് സമയമുണ്ട്. അതിനുള്ളില് ഗൗതമിന്റെ മുഖത്ത് നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് അവൾ എത്തണം. മനസ്സിലായി. ഞാനത് ചെയ്തിരിക്കും. നാളെ നിധി ഈശ്വരമംഗലത്തെത്തില്ല. അതിനു മുമ്പ് ഞാൻ അവളെ പൊക്കിയിരിക്കും.
ശരി, ഇനിയുള്ള കാര്യങ്ങൾക്ക് ശിവാനി നിന്നെ കോണ്ടാക്ട് ചെയ്യും. ഓക്കെ. നാളെ നിധി ഈശ്വരമംഗലത്തെത്തില്ല. അവളെ അന്വേഷിച്ചിറങ്ങുന്ന ഗൗതം തനിച്ച് തിരിച്ചെത്തും, ഡെഡ് ബോഡി ആയിട്ട്. അതാണ് വസുന്ധര മാഡം കഥയിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ്. അമ്മേ ഭഗവതി കാത്തുരക്ഷിക്കണേ. നിനക്കെന്താടാ ചെവി കേട്ടൂടെ? അവൾ ഇതുവരെ എണീറ്റില്ലേന്ന്. ഇട നിന്റെ ചേച്ചി എവിടെ? അവൾ ഇതുവരെ ഉണർന്നില്ലേ? എന്തിനാ എന്നെ വിളിച്ചേ? എന്താ എന്തു പറ്റി? നിന്റെ മോൾ എന്നെ പേടിപ്പിച്ചു. അമ്മായി ഒച്ച വെച്ച് എന്നെ അല്ലേ പേടിപ്പിച്ചേ? നിങ്ങൾ രണ്ടുപേരും അലറി വിളിച്ച് എന്നെ പേടിപ്പിച്ച്. എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത്? ഇവിടെ ആരെങ്കിലും കോമാളി വേഷം കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്, ചേച്ചി തന്നെ. ചേച്ചി എന്താ മൂത്ത് വെച്ചിരിക്കുന്നേ? നീ പേടിക്കണ്ട. വെളുപ്പാങ്കാലത്ത് കുറച്ച് കസ്തൂരി മഞ്ഞൾ അരച്ച് ഞാൻ നിന്റെ മുഖത്തിട്ടതാ. എന്തിന്? ഉണർന്നിരിക്കുമ്പോ നീ ഇതൊന്നും തേക്കാൻ സമ്മതിക്കില്ലല്ലോ. ഇന്ന് നീ ഈശ്വരമംഗലത്തിലേക്ക് പോവല്ലേ? നല്ല സുന്ദരി കുട്ടി ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ആഹാ, ഒന്നും മുഖത്ത് തേച്ചില്ലെങ്കിലും എന്റെ അനന്തരൊരു സുന്ദരി തന്നെ അല്ലേ മോളെ? ആ പിന്നല്ലാതെ. എനിക്കിതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അതെ അതെ, ഒട്ടും സൗന്ദര്യം ഇല്ലാതെ തന്നെ ഗൗതം മോനെ കറക്കിയെടുത്തവളല്ലേ നമ്മുടെ നിധി മോള്. അപ്പൊ ഇത്തിരി സൗന്ദര്യം കൂടി ഉണ്ടായിരുന്നെങ്കിലോ ഇവള് ഒത്തിരി വലിയ പുളിങ്കൊമ്പി കയറി പിടിച്ചേനെ. ഞാൻ ആരെയും കറക്കിയെടുത്തതല്ല. ഞാനേ ഗൗതം സാറുമായിട്ട് ഒന്നിക്കണമെന്നുള്ളത് ദൈവം ആഗ്രഹിച്ചു, അത് നടന്നു. നീ പോയി കുളിച്ചിട്ട് വാ മോളെ. ഇത് കുറച്ച് ഫ്രൂട്ട്സും സ്വീറ്റ്സും ആണ്. ഈശ്വരമംഗലത്തേക്ക് നിധി വെറും കൈയോടെ വിടുന്നത് ശരിയല്ലല്ലോ. വെറുതെ കാശ് കളയണ്ടായിരുന്നു. ഈശ്വരമംഗലത്തുകാർ ഇതൊക്കെ കാണാണ്ട് കിടക്കുകയല്ലേ. ഈശ്വരമംഗലത്ത് വില്ലത്തിയായി വസുന്ധരയുള്ളപ്പോ നീ എന്തിനാ ശിവാനിയെ കൂടി അങ്ങോട്ട് അയച്ചത്? അതുപോലെ ഉള്ളൂ ഇതും. അമ്മായിയുടെ കിളി ശരിക്കും പോയല്ലേ? നീതി ഇനി ഈശ്വരമംഗലത്തേക്ക് പോവില്ല. ഗൗതമിന്റെ കൂടെ റാണിയായി ജീവിക്കില്ല. ഞാൻ അവക്ക് പണി കൊടുത്തിരിക്കും.